സണ്ണി ജോസഫ് KPCCയുടെ പുതിയ പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സണ്ണി ജോസഫിനെ KPCC പ്രസിഡൻ്റാക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചത്? BJPയെ ഭയന്നിട്ടാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ വലിയ തോതിൽ BJPയിലേക്ക് പോകും എന്ന് പേടിച്ചിട്ടാണ് സണ്ണി ജോസഫിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എന്ന് CPM അടക്കമുള്ളവർ, കോൺഗ്രസ്സിലെ ഒരു വിഭാഗം ഒക്കെ ആരോപിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ പുറകിലെ നമ്മൾ പുറത്ത് കാണാത്ത എന്നാൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ അരങ്ങേറിയ നാടകം എന്തൊക്കെയാണ്? ഈ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ നാം ശ്രദ്ധിച്ചാൽ വ്യക്തമാകുന്നതാണ്, അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്നത് ഒന്നെങ്കിൽ തെക്കൻ കേരളത്തിലായിരിക്കും, അല്ലെങ്കിൽ മധ്യ കേരളത്തിലായിരിക്കും. അവർക്ക് മലബാർ മേഖലയിൽ എല്ലാ കാലത്തും അങ്ങനെ വലിയ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയില്ല. അവിടെ നിന്ന് സീറ്റുകൾ കൊണ്ടുവരുന്നത് മുസ്ലിം ലീഗായിരിക്കും. മുസ്ലിം ലീഗിൻ്റെ സീറ്റുകളുടെ എണ്ണത്തിലാണ് മലബാറിൽ പിടിച്ചു നിൽക്കുന്നത്. പിന്നീട് അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്നത് മധ്യ കേരളമാണ്. മധ്യ കേരളത്തിലെ പ്രധാന വോട്ട് ബാങ്കായി അറിയപ്പെടുന്നത് അത് ക്രൈസ്തവരാണ്. ക്രൈസ്തവരുടെ പിന്തുണ ഉള്ളത് കൊണ്ട് മാത്രമാണ് പല ഘട്ടങ്ങളിലും കോൺഗ്രസിന് കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയുന്നത്. പക്ഷേ അതിപ്പോൾ വലിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് മുൻകാലങ്ങളിൽ കണ്ടതാണ്, ഈ മുസ്ലിം ലീഗിന് മുന്നിൽ മുട്ടിലെഴയുന്ന കോൺഗ്രസിനെ നാം കണ്ടിട്ടുണ്ട്. അത് വലിയ പ്രശ്നമാണല്ലോ. ഈ ന്യൂനപക്ഷങ്ങൾ നോക്കുമ്പോൾ രണ്ട് ന്യൂനപക്ഷമുണ്ട്, പക്ഷെ ഒരു ന്യൂനപക്ഷത്തെ അവഗണിക്കുകയും മറ്റൊരു ന്യൂനപക്ഷത്തിൻ്റെ മുട്ടിലെഴയുന്നതും കാണുമ്പോഴാണ് ഈ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ആ ഇടത്തേക്കാണ് BJP വലിയ രീതിയിൽ കടന്നു കയറാനുള്ള ശ്രമം നടത്തിയത്. പണ്ട് നമുക്ക് തന്നെ അറിയാവുന്നതാണ്, ഈ ബിഷപ്പ് ഹൗസുകൾ സന്ദർശിക്കുകയോ ഏതെങ്കിലും പള്ളിയിലെ പിതാക്കന്മാരെ കാണുകയോ ചെയ്യുകയാണെങ്കിൽ BJP നേതാക്കൾ സന്ദർശിക്കുകയാണെങ്കിൽ അത് വലിയ വാർത്തയാണ്, വലിയ രീതിയിൽ വാർത്തയായി മാറുന്നു. ഇന്ന് അതൊരു വാർത്തയല്ല. അവിടെയാണ് BJPയുടെ വിജയം. പണ്ട് ഈ നേതാക്കളുമായി ബിഷപ്പുമാരുമായി സംസാരിക്കാൻ പോലും അവസരം ലഭിക്കാത്ത ഒരു സമയമുണ്ടായിരുന്നു, കാരണം ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിൽ നിന്നെല്ലാം മാറി BJPക്ക് വലിയ രീതിയിൽ അവരോട് സംസാരിക്കാൻ കഴിയുന്നു. അവിടെ ഏത് സമയത്തായാലും കയറി പോകാനുള്ള അവസരം ലഭിക്കുന്നു. അങ്ങനെ ഒരു അവസരം ലഭിക്കുമ്പോൾ അവിടെ നിന്ന് ഒഴിവായി പോയ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. അതുകൊണ്ടാണ് ആ ഇടത്തേക്ക് വീണ്ടും തിരിച്ചു വരാനാണ് കോൺഗ്രസ് എന്തായാലും സണ്ണി ജോസഫിനെ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം, BJP അങ്ങനെ ഉള്ളിൽ കയറാനുള്ള ശ്രമം നടത്തിയത് പല നേതാക്കളിലൂടെയാണ്. അത് നാം അൽഫോൺസ് കണ്ണന്താനത്തെ കണ്ടിരുന്നു, ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കുന്നത് കണ്ടു. ഇപ്പോൾ ഷോൺ ജോർജ് എന്ന ന്യൂനപക്ഷ മുഖമായി മാറിക്കൊണ്ടിരിക്കുന്ന, ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ കുറച്ച് നേതാക്കൾ MLA-മാരുണ്ടെങ്കിലും ഇത്രയും ജനകീയമായി യുവാക്കൾക്കിടയിൽ മാറിയ ഒരു ക്രൈസ്തവ നേതാവ് എന്തായാലും ഷോൺ ജോർജിന് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നാം CPM-ലേക്ക് പരിഗണിക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു നേതാവുണ്ടല്ലോ, ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ച ജെയ്ക്ക് തോമസ്, അത്തരം നേതാക്കളെക്കാൾ ഏറ്റവും മികച്ച നേതാവായി മാറാൻ ഷോൺ ജോർജിന് കഴിഞ്ഞു. പിന്നീട് ഇപ്പോൾ രാജീവിനോടൊപ്പം സഞ്ചരിക്കുന്ന സമൂഹ മാധ്യമങ്ങളിൽ BJPക്ക് വലിയ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന അനൂപ് ആന്റണിയുടെ ചിലപ്പോൾ ശക്തി മനസ്സിലാക്കണമെങ്കിൽ നാം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ പരിഗണിച്ചാൽ തന്നെ അറിയാൻ പറ്റും. ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് CPM ഇദ്ദേഹത്തെ, രാജീവ് ചന്ദ്രശേഖരനെ വലിയ രീതിയിൽ ആക്രമിക്കാനുള്ള ശ്രമം നടത്തുകയും സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിനെതിരെ പോസ്റ്റ് ഇട്ട് ഒന്ന് പച്ച പിടിച്ച് വന്നപ്പോഴാണ് ആ രീതിയിൽ ഒരു വലിയ തിരിച്ചടി ഉണ്ടാകുന്നത്. അത് അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് അത് പെട്ടെന്ന് കെട്ടടങ്ങുകയും ചെയ്തു. ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പരാമർശമുണ്ടല്ലോ ഈ മരുമകനെതിരെ, അതും ഈ സമൂഹ മാധ്യമങ്ങളെ ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയും കൊണ്ടാണ് വലിയ രീതിയിലേക്ക് കടന്നു കയറാൻ അത് അവിടെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് ഒരു ചർച്ച ഉണ്ടാകുന്നില്ല. കുമ്മനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അത് കുമ്മനം മെട്രോയിൽ കയറിയ ദിവസങ്ങളല്ല, ആഴ്ചകൾ കഴിഞ്ഞ് മാസങ്ങളോളം കുമ്മനത്തെ അപമാനിച്ച ഒരു കാഴ്ച അന്നൊന്നും പ്രതിരോധിക്കാൻ BJPക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഇത്തവണ ആ പ്രതിരോധം ഉണ്ടായി. അതിന് പിന്നിലും ഈ ക്രൈസ്തവനായ അനൂപ് ആന്റണിയാണ്. അങ്ങനെ ഒരു നൂറുകണക്കിന് നേതാക്കൾ ഉണ്ടാകുന്നു. പിന്നീട് BJPക്ക് ആദ്യമായി കേന്ദ്രമന്ത്രി ലഭിച്ച ഒരു ഇടമാണല്ലോ തൃശ്ശൂരിൽ നിന്ന് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആരാണ്? ക്രൈസ്തവനാണ്. അങ്ങനെ ക്രൈസ്തവ ജനങ്ങളിലേക്ക് ഒരു ക്രൈസ്തവ സമുദായത്തിലേക്ക് BJP വളരെ ശക്തിയായിട്ട് ആഴ്ന്നിറങ്ങുന്നു. അതെ, കാരണം ഈ നേതാക്കളിലൂടെ അവർക്ക് ഒരു വഴി ലഭിക്കുന്നുണ്ട്. അതിനെ ചെറുക്കാനാണ് സണ്ണി ജോസഫ് എന്ന ആർക്കും അറിയാത്തൊരു നേതാവിനെ കൊണ്ടുവന്നത്. അതിനേക്കാൾ കുറച്ചു പേർക്കെങ്കിലും അറിയാവുന്ന ഒരു നേതാവായിരുന്നല്ലേ ആന്റണി. പക്ഷെ അദ്ദേഹത്തെ ഒഴിവാക്കുന്നു. അതോടൊപ്പം തന്നെ മാത്യു കുഴൽനാടൻ അടക്കമുള്ള പല നേതാക്കളും, പിന്നെയും പല യുവ നേതാക്കളുടെ പേരുകൾ ഉൾപ്പെടെ ഉയർന്നു വന്നെങ്കിലും അവരെ എല്ലാം വെട്ടിയിട്ടാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്നത്. അങ്ങനെ ഇദ്ദേഹത്തെ കൊണ്ടുവന്നാൽ പോലും
കോൺഗ്രസിന് വലിയ മാറ്റമുണ്ടാകുമെന്നൊന്നും തോന്നില്ല. കൂടുതൽ കാരണം ഇദ്ദേഹം കണ്ണൂരിൽ പോലും ഇദ്ദേഹത്തിന് സ്വാധീനം കുറവാണ്. പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം ഈ മലബാർ കേന്ദ്രീകരിച്ച് മധ്യ കേരളം കേന്ദ്രീകരിച്ച് വോട്ട് ശേഖരിക്കും? പ്രത്യേകിച്ച് അവിടെ കേരള കോൺഗ്രസ് പോലും ഇല്ല. കേരള കോൺഗ്രസ് ഇന്ന് LDF പാളത്തിലാണ്. ആ LDF പാളത്തിലുള്ള കേരള കോൺഗ്രസിനെ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കുറച്ച് സീറ്റുകൾ നേടാം. എന്നാൽ പോലും ഒരു 8-10 സീറ്റുകൾ വർദ്ധിച്ചാൽ പോലും കോൺഗ്രസിന് അടുത്ത തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കേണ്ട ആ ഒരു അവസ്ഥയിലേക്കാണ് നിലവിൽ മാറുന്നത്. ആ രീതിയിലുള്ള വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ആ ഇടത്തേക്ക് BJP വളരുന്നുണ്ട്. BJPക്ക് കൃത്യമായി തന്നെ പ്ലാൻ ഉണ്ട്. പണ്ടെല്ലാം വർഷങ്ങൾക്ക് മുൻപെല്ലാം കേരളത്തിൽ ചർച്ച ചെയ്തിരുന്ന സംഭവമാണ് ഗോവയിലും അതോടൊപ്പം തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം BJPക്ക് ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ BJP അധികാരത്തിൽ എത്തുന്നു, വിജയിക്കുന്നു, അത്തരം കാര്യങ്ങൾ. ആ സംസ്ഥാനങ്ങളിൽ BJPക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയുന്നില്ല എന്ന വലിയ വിമർശനമുണ്ട്. അതിനൊരു മറുപടിയാണ് തൃശ്ശൂരിൽ വലിയ രീതിയിൽ ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ BJPക്ക് 75,000-ലധികം വോട്ട് വാങ്ങി വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ചെറിയൊരു ഭൂരിപക്ഷമല്ലല്ലോ. കേരളത്തിൽ നാം കണക്കെടുത്ത് നോക്കിയാൽ ഒരു 10 സീറ്റിനുള്ളിൽ തന്നെയാണ് ഈ ഭൂരിപക്ഷമുള്ളത്. ആ രീതിയിൽ കാരണം ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി ജയിച്ചിരിക്കുന്നത് മലപ്പുറവും അതോടൊപ്പം തന്നെ എറണാകുളം, പൊന്നാനി അടക്കമുള്ള, കാസർഗോഡ് അടക്കമുള്ള ഈ സ്ഥലങ്ങൾ ഒഴിച്ചു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയിരിക്കുന്ന ഒരു ജില്ലയാണ്. സാമാന്യം തെറ്റില്ലാത്ത ഭൂരിപക്ഷം നേടി വിജയിച്ചു. 4 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം ഒരു ചെറിയ സംഖ്യയല്ല. അല്ലാതെ ഈ ഭൂരിപക്ഷ സമുദായം മാത്രം വോട്ട് ഇട്ടാൽ എന്തായാലും ഈ വോട്ടിലേക്ക് BJPക്ക് വോട്ട് വർദ്ധിക്കാൻ കഴിയില്ല, സുരേഷ് ഗോപിക്കും വോട്ട് വർദ്ധിക്കാൻ കഴിയില്ല. ആ രീതിയിലേക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് ക്രൈസ്തവർ നൽകിയ ഒരു വോട്ട് കൂടിയാണ്. അത് പരിഗണിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിലൂടെ തന്നെ BJPക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ക്രൈസ്തവർക്കിടയിൽ പ്രവർത്തിക്കാനും അവരുടെ നേതാക്കളെ വളർത്തിയെടുക്കുവാനുമുള്ള ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ തങ്ങൾക്കും വിജയിച്ച് കയറാമെന്നൊരു ധാരണ അവർക്കുണ്ടായിരിക്കും. അത് ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ശ്രമത്തെ മറികടക്കാനാണ് ഈ രീതിയിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. പക്ഷെ അത് അവർ പരാജയപ്പെടുക തന്നെ ചെയ്യും. ഇപ്പോൾ തുടക്കം തന്നെ ആന്റണിയുടെ ഭാഗത്തു നിന്നും വലിയ പ്രശ്നങ്ങൾ ഉള്ളതായി തന്നെയാണ് ചില റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നത്. അദ്ദേഹത്തിന് വളരെ രോഷാകുലനാണ്. മീഡിയയോട് വളരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തിന്റെ പേര് അവസാന ഘട്ടത്തിലാണ് വെട്ടിയതെന്നും ചില അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ടല്ലോ. എന്തായാലും BJPക്ക് ഇത് വലിയ രീതിയിൽ ഗുണം ചെയ്യും. BJP അതിവേഗത്തിലാണ് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. 10% വരുന്നു, 15 ആകുന്നു, ഇപ്പോൾ 20 ആകുന്നു. അതൊരു 30-ലേക്കെല്ലാം പോവുകയാണെങ്കിൽ അത് കേരളത്തിൽ ഉണ്ടാകുന്ന വലിയ രാഷ്ട്രീയ മാറ്റമായിരിക്കും. ഒരു ഭാഗത്ത് ഇങ്ങനെയെല്ലാം പറയുമ്പോഴും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ക്രൈസ്തവർ വലിയ രീതിയിൽ ഒഴുകിയത് LDFിലേക്കായിരുന്നു. അതിന്റെ ഒരു ഗുണമായിരുന്നു അവർക്ക് 99 സീറ്റ് ലഭിച്ചതും. മധ്യ കേരളത്തിലെ പല ക്രൈസ്തവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും അവർക്ക് വിജയം കൊയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വോട്ടുകളും തിരിച്ചു വന്നാൽ മാത്രമേ ഈ കോൺഗ്രസിന്റെ നിലനിൽപ്പേ ഉള്ളൂ. അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടി അവർക്ക് കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ പൂർണ്ണമായി തന്നെ ഇല്ലാതാകും.